ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അലക്സ് ഇ അക്കാഡമി. അപ്പോൾ ഈ ഒരു ലെക്ചർ വീഡിയോയിൽ നമ്മൾ മെക്കാനിക്സ് ഓഫ് സോളിഡിലെ മൊഡ്യൂൾ നമ്പർ 3 ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം എന്ന് പറയുന്ന ചാപ്റ്ററിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ മൊഡ്യൂൾ നമ്പർ 3 ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഡ്രോ എസ് എഫ് ഡി ആൻഡ് ബി എം ഡി ഓഫ് ദ ബീം ലോഡഡ് എസ് ഷോൺ ഇൻ ഫിഗർ. ഫൈൻഡ് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് ആൻഡ് ലൊക്കേറ്റ് ദ പോയിൻ്റ് ഓഫ് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് ഓൾസോ. അപ്പോൾ ബീം നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. എയിലും ബിയിലും സപ്പോർട്ടുണ്ട്. അതേപോലെ സി മുതൽ ഡി വരെ ഒരു യു ഡി എൽ ആക്ട് ചെയ്യുന്നുണ്ട് 10 kN/m. ഇ എന്ന് പറയുന്ന പോയിന്റിൽ ഒരു 15 kN/m ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി എ മുതൽ സി വരെ 1 മീറ്റർ ഡിസ്റ്റൻസ്, സി മുതൽ ഡി വരെ 3 മീറ്റർ ഡിസ്റ്റൻസ്, ഡി മുതൽ ഇ വരെ 1 മീറ്റർ, ഇ മുതൽ ബി വരെ 1 മീറ്റർ. ഇത്രയാണ് നമുക്ക് ഈ ഒരു ബീം ക്വസ്റ്റ്യനിലുള്ളത്. അപ്പോൾ സിംപ്ലി സപ്പോർട്ടഡ് ബീം ആയതുകൊണ്ട് ഫസ്റ്റ് സ്റ്റെപ്പ് ആയിരിക്കും RA/RB എന്ന് പറയുന്ന സപ്പോർട്ട് റിയാക്ഷൻസ് കണ്ടുപിടിക്കലാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ലെറ്റ് RA ഈസ് ദ റിയാക്ഷൻ അറ്റ് എ ആൻഡ് RB ഈസ് ദ റിയാക്ഷൻ അറ്റ് ബി. ഇനി RA/RB കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യുന്നത്? സിഗ്മ സം ഓഫ് വെർട്ടിക്കൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു 0 ആൻഡ് സിമിലർലി സം ഓഫ് മൊമെൻറ്റ് അറ്റ് എനി വൺ പോയിന്റ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ സിഗ്മ FY ഇസ് ഈക്വൽ ടു 0, സം ഓഫ് വെർട്ടിക്കൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതിൻ്റെ അകത്ത് അപ്വേർഡ് ഫോഴ്സിനെ പോസിറ്റീവ് എന്നും ഡൗൺവേർഡ് ഫോഴ്സിനെ നെഗറ്റീവ് എന്നും കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്തെന്ന് വരും? നമുക്ക് ഈ സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തേത് അപ്വേർഡ് ഫോഴ്സ് RA. അപ്പോൾ RA മൈനസ് 10 kN/m ഇൻറ്റു അത് ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് 3. അപ്പോൾ 10 × 3 മൈനസ് 15. ഇനി അപ്വേർഡ് ആയതുകൊണ്ട് പ്ലസ് RB ഇസ് ഈക്വൽ ടു 0. അത് നമുക്കൊന്ന് സോൾവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എന്തെന്ന് വരും? RA + RB ഇസ് ഈക്വൽ ടു 45 എന്ന് വരും. ഇത് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എഴുതാം, അല്ലെങ്കിൽ ഇക്വേഷൻ നമ്പർ എ എന്ന് കൊടുക്കാം. ഇനി അടുത്ത് സം ഓഫ് മൊമെൻറ്റ് അറ്റ് എ ഈക്വൽ ടു 0. എ എന്ന് പറയുന്ന പോയിന്റിനെ വിത്ത് റെസ്പെക്ട് ടു മൊമെൻറ്റ് എടുക്കുക. അപ്പോൾ ഏതൊക്കെ ഫോഴ്സ് വരും? ഈ ഒരു ഫോഴ്സ് വരും, ഈ ഒരു ഫോഴ്സ് വരും, ഈ ഒരു ഫോഴ്സ് വരും. RA എന്ന് പറയുന്നത് എയിൽ തന്നെ ആക്ട് ചെയ്യുന്നുണ്ട്, അത് കൺസിഡർ ചെയ്യേണ്ട. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഫോഴ്സിൻ്റെ എടുക്കാം. അപ്പോൾ നോക്കിക്കേ, ഫോഴ്സിൻ്റെ എന്ന് പറയുമ്പോൾ 10 × 3 10 × 3 അതാണ് അവിടെ ആക്ട് ചെയ്യുന്ന ലോഡ് അല്ലേ. 10 ഇൻറ്റു അത് ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് ഇൻറ്റു ഇതെവിടെ ആയിരിക്കും ആക്ട് ചെയ്യുന്നത്? ഇതിൻ്റെ സെൻറ്ററിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ സെൻറ്റർ ഓഫ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരെ വിത്ത് റെസ്പെക്ട് ടു എ അല്ലേ മൊമെൻറ്റ് എടുക്കുന്നത്. അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് എടുക്കണം. ഇത്രയെന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 1 പ്ലസ് ഇതിൻ്റെ പകുതി, അതായത് 3/2. ഓക്കെ, ഒന്നുകൂടി പറയാം. യു ഡി എൽ ആയതുകൊണ്ട് യു ഡി എല്ലിൻ്റെ ഇൻറ്റൻസിറ്റി 10 ആണ്. ഇനി അത് മൊത്തം 3 മീറ്ററിലുണ്ട്. ഇപ്പോൾ അത് ലോഡായി. 10 × 3 എന്ന് പറയുമ്പോൾ ലോഡായി. മൊമെൻ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? അത് സെൻറ്ററിലാണ് ആക്ട് ചെയ്യുന്നത്. ആ യു ഡി എല്ലിൻ്റെ സെൻട്രോയിഡിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. എന്ന് പറയുമ്പോൾ ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 3/2 ആയിരിക്കും. ഇനി മൊമെൻറ്റ് വിത്ത് റെസ്പെക്ട് ഏതാണ്? എ എന്ന് പറയുന്ന പോയിൻ്റാണ്. അപ്പോൾ ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് വേണം. അത് എത്രയായിരിക്കും? 1 + 3/2. അപ്പോൾ 1 + 3/2 എന്ന് പറഞ്ഞാൽ 2.5. ഓക്കെ, അതാണ് എഴുതിയിരിക്കുന്നത്. 10 × 3 × 2.5 പ്ലസ് അടുത്തത് ഈ ഒരു ലോഡ് 15 ഇൻറ്റു ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് 5. 15 ഇൻറ്റു ഇവിടെ നിന്ന് ഇവിടം വരെ ഡിസ്റ്റൻസ് 5. ഇനി അടുത്ത മൈനസ് ഇടാൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ക്ലോക്ക് വൈസ് ആണ്, ഇതും ക്ലോക്ക് വൈസ് ആണ്, ഇത് ആൻറ്റി ക്ലോക്ക് വൈസിലാണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് മൈനസ് RB ഇൻറ്റു ഇത് ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് 1 + 3 + 1 + 1, അതായത് 5 അല്ല 6 ഇൻറ്റു RB ഇസ് ഈക്വൽ ടു 0. അതിനകത്ത് നിന്ന് എന്ത് ചെയ്യുക? RB സോൾവ് ചെയ്യുക. RB ഇസ് ഈക്വൽ ടു 25 kN എന്ന് കിട്ടും. ഇത് ബി ആയിട്ട് എടുക്കുക. ഇനി എന്ത് ചെയ്യുക? നമ്മൾ ഇക്വേഷൻ നമ്പർ എ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൽ RBയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് RA ഇസ് ഈക്വൽ ടു 20 kN എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഫിഗർ RAയും RBയുടെ വാല്യൂയും വെച്ചിട്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി ഒന്ന് നോക്കിക്കേ, ഇതിനകത്ത് എത്ര സെക്ഷൻ വരുമെന്ന് എടുക്കാം. ഇൻ്റെയും ബിൻ്റെ ഇടയിൽ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യണം, x1. ഡിൻ്റെയും ഇൻ്റെ ഇടയിൽ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യണം, x2.
സി ഡിയുടെ ഇടയിൽ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യണം, സെക്ഷൻ 3 എ സിയുടെ ഇടയിൽ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യണം, സെക്ഷൻ 4. അപ്പോൾ 4 സെക്ഷൻസ് കൺസിഡർ ചെയ്യണം. 4 സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഷിയർ ഫോഴ്സിൻ്റെയും ബെൻഡിങ് മൊമെൻറ്റിൻ്റെയും ഇക്വേഷൻസ് എഴുതണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കൺസിഡർ എ സെക്ഷൻ x1 അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് എക്സ് ഫ്രം ക്യാപിറ്റൽ ബി ബിറ്റ്വീൻ ഇ ആൻഡ് ബി. അപ്പോൾ ഇൻ്റെയും ബിൻ്റെയും ഇടയിൽ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്തു, അതിന് x1 എന്ന് കൊടുക്കാം. ഇതിൻ്റെ റൈറ്റ് സൈഡ് മാത്രം കൺസിഡർ ചെയ്താൽ മതി, സെക്ഷൻ്റെ റൈറ്റ് സൈഡ്. സെക്ഷൻ്റെ റൈറ്റ് സൈഡിൽ ഏത് ലോഡ് മാത്രമേ ഉള്ളൂ? ഇതാ ഒരു 25 കിലോ ന്യൂട്ടൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഷിയർ ഫോഴ്സ് അറ്റ് x1 എന്ന് എഴുതാം. ഇനി റൈറ്റ് സൈഡിൽ അപ്വേർഡ് ലോഡാണെങ്കിൽ നെഗറ്റീവ് റൺ എന്ന് പറയുന്ന കോഡ് എടുത്താൽ മതി. ഒരു സെക്ഷൻ്റെ റൈറ്റ് സൈഡിൽ അപ്വേർഡ് ലോഡ് ആക്ട് ചെയ്താൽ നമ്മൾ നെഗറ്റീവായിട്ട് എടുക്കും. അപ്പോൾ അതാണ് ഈ നെഗറ്റീവ് വന്നേക്കുന്നത്. അപ്പോൾ -25 ഇത് ഇക്വേഷൻ നമ്പർ 1. ഇനി അടുത്ത് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് x1. അപ്പോൾ സെക്ഷൻ്റെ റൈറ്റ് സൈഡിൽ ആകെ 25 മാത്രമേ ഉള്ളൂ. അത് ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് എത്രയാണ്? x ആണ്. അപ്പോൾ 25 × x. ഇനി ഒരു സെക്ഷൻ്റെ റൈറ്റ് സൈഡിൽ ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണെങ്കിൽ മൊമെൻറ്റ് പോസിറ്റീവായിരിക്കും. അപ്പോൾ ഈ മാത്രം ഓർമ്മയിരുന്നാൽ മതി. അപ്പോൾ നമ്മൾ ഈ ഒരു 2 ഇക്വേഷൻ എഴുതി വെച്ചിട്ടുണ്ട്, അവിടെ നിൽക്കട്ടെ. ഇനി അടുത്ത് നമുക്ക് അടുത്ത സെക്ഷൻ എഴുതാം. കൺസിഡർ സെക്ഷൻ x2 അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് എക്സ് ഫ്രം ബി. അതല്ലെങ്കിൽ നമുക്കിപ്പോൾ ഈ ഒരു സെക്ഷൻ 1ഉം 2ഉം എഴുതിയില്ലേ, ഇനി നമുക്ക് നേരെ ഈ ടാബുലാർ കോളത്തിലേക്ക് പോകാം. ടാബുലാർ കോളം എന്ന് പറയുമ്പോൾ പോയിൻ്റ്, ഡിസ്റ്റൻസ്, ഷിയർ ഫോഴ്സ്, ബെൻഡിങ് മൊമെൻറ്റ്. ഫസ്റ്റ് സെക്ഷൻ x1 ആണ്. x1ൽ നിന്ന് നമുക്ക് ഏതൊക്കെ പോയിൻ്റ് കിട്ടും? ബിയും കിട്ടും, ഇയും കിട്ടും. ഇനി ഡിസ്റ്റൻസ് നമ്മൾ മീറ്ററിലും, ഷിയർ ഫോഴ്സ് കിലോ ന്യൂട്ടണിലും, ബെൻഡിങ് മൊമെൻറ്റ് കിലോ ന്യൂട്ടൺ മീറ്ററിലുമാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി സെക്ഷൻ നമ്പർ 1ൻ്റെ ഇക്വേഷൻസ് നോക്കി. ഇനി ആദ്യം നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അറ്റ് ബി എക്സ് ഇസ് ഈക്വൾ ടു 0യും അറ്റ് ഇ എക്സ് ഇസ് ഈക്വൾ ടു എത്രയാണ്? 1 മീറ്ററുമാണ്. ഇനി ഷിയർ ഫോഴ്സിൻ്റെ ഇക്വേഷൻ -25ഉം ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ 25x ആണ്. ഓക്കെ, ഇനി നമുക്ക് നേരെ ടേബിളിലേക്ക് പോകാം. അപ്പോൾ ബിയും ഇയും ആണ് കിട്ടുന്നത്. ബിയിൽ എക്സ് ഇസ് ഈക്വൾ ടു 0, ഇയിൽ എക്സ് ഇസ് ഈക്വൾ ടു 1. ഇനി ഷിയർ ഫോഴ്സിൻ്റെ ഇക്വേഷൻ -25 -25 ആണ്. അപ്പോൾ അതിൻ്റെ അത് ചേഞ്ച് ഒന്നുമില്ല. ഇനി ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ 25 × x എന്നാണ്. അപ്പോൾ എക്സ് 0 ആകുമ്പോൾ 25x എന്നാണ് ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ. അറ്റ് ബിയിൽ എക്സ് 0 ആയതുകൊണ്ട് ബെൻഡിങ് മൊമെൻറ്റ് 0. അറ്റ് ഇയിൽ എക്സ് ഇസ് ഈക്വൾ ടു 1 ആയതുകൊണ്ട് 25 × 1 25 തന്നെ കിട്ടും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഈ വാല്യൂസ് എടുത്തെഴുതുന്നത്. അടുത്തത് നമുക്ക് സെക്ഷൻ 2 എടുക്കാം. കൺസിഡർ സെക്ഷൻ x2 അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് എക്സ് ഫ്രം ബി ബിറ്റ്വീൻ ഇ ആൻഡ് ഡി. ഇൻ്റെയും ഡിയുടെയും ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യും. ഒരു ലോഡ് ഇവിടെയുണ്ട്, ഒരു ലോഡ് ഇവിടെയുണ്ട്. ഇനി ഈ ഡിസ്റ്റൻസ് ആണ് നമ്മൾ x ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? x - 1. ഈ ഡിസ്റ്റൻസ്, ഈ ലോഡ് ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് x - 1 ആയിരിക്കും. എങ്ങനെ കിട്ടും? ഇത്ര x ആണ്, അതിൽ നിന്ന് ഇതാ ഈ ഡിസ്റ്റൻസ് അങ്ങ് മൈനസ് ചെയ്യും, x - 1. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഷിയർ ഫോഴ്സ് അറ്റ് x2 എഴുതാമല്ലോ. അപ്പോൾ ഈ സെക്ഷൻ്റെ റൈറ്റ് സൈഡിൽ അപ്വേർഡായിട്ട് കിടക്കുന്ന ലോഡ് -25, അപ്വേർഡ് ആയതുകൊണ്ട് -25, ഡൗൺവേർഡ് ആയതുകൊണ്ട് +50. സോൾവ് ചെയ്യുമ്പോൾ -10 എന്ന് കിട്ടും. അതിന് ഇക്വേഷൻ 3 ആയിട്ട് കൊടുക്കാം. ഇനി അടുത്ത ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് x3. ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് x3 എന്ന് പറയുമ്പോൾ ആദ്യം ഈ ലോഡിൻ്റെ മൊമെൻറ്റ് 25 സെക്ഷൻ വരെയുള്ള ഡിസ്റ്റൻസ് x ആണ്. 25 × x. മൈനസ് വരാൻ കാര്യം എന്താണ്? ലോഡിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. ഇനി എത്രയായിരിക്കും? 15 അതിൻ്റെ ഡിസ്റ്റൻസ് x - 1. അപ്പോൾ -15 × x - 1. ഇത് ഇക്വേഷൻ നമ്പർ 4. ഇനി ഈ ഒരു സെക്ഷനിൽ നിന്ന് ഏതൊക്കെ പോയിൻ്റ് കിട്ടും? ഇവിടെ ഒരു ഇ ഉണ്ട്, ഇവിടെ ഒരു ഡി ഉണ്ട്. അറ്റ് ഇ എക്സ് ഇസ് ഈക്വൾ ടു എത്രയായിരിക്കും? 1 മീറ്റർ ആയിരിക്കും. അറ്റ് ഡി എക്സ് ഇസ് ഈക്വൾ ടു എത്രയായിരിക്കും? ഇതാ ഡി വരെയുള്ള ഡിസ്റ്റൻസ് 2 ആണ്. അപ്പോൾ അതാണ് ഇവിടെ വരുന്നത്, ഈ ഒരു ഏരിയയിൽ വരുന്നത്. സെക്ഷൻ x2ൽ നമുക്ക് ഇയും ഡിയും കിട്ടും. ഇയിൽ എക്സ് ഇസ് ഈക്വൾ ടു 1 ആണ്, ഡിയിൽ എക്സ് ഇസ് ഈക്വൾ ടു 2 ആണ്. ഇനി ഷിയർ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഷിയർ ഫോഴ്സ് അറ്റ് x2 ഇസ് ഈക്വൾ ടു -10 ആയി. അപ്പോൾ ഇയിലാണെങ്കിലും ഡി ആണെങ്കിലും -10 തന്നെ കിട്ടും. ഇനി ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ എടുക്കുക. ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് x2 എഴുതുക. അതിൻ്റെ അകത്ത് ഇ കണ്ടുപിടിക്കുമ്പോൾ എക്സ് ഇസ് ഈക്വൾ ടു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നമുക്ക് ആൻസർ 25 എന്ന് കിട്ടും. ഡി കണ്ടുപിടിക്കുമ്പോൾ എക്സ് ഇസ് ഈക്വൾ ടു 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ 35 എന്ന് കിട്ടും. അത് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾ നോക്കിയിരുന്നാൽ മതി. ഇതാണ് ഇക്വേഷൻ. ഇതിൻ്റെ അകത്ത് എക്സ് ഇസ് ഈക്വൾ ടു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 1 - 1 ഇത് 0 ആയി പോകും. അപ്പോൾ ആദ്യത്തെ ടേം 25. അപ്പോൾ അറ്റ് ഇയിൽ 25 എന്ന് കിട്ടും. അടുത്തത് ഡി വരുമ്പോൾ എന്ത് ചെയ്യണം? എക്സ് ഇസ് ഈക്വൾ ടു
2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 - 1 1 വരും, ഇത് 15 വരും. ആ രീതിയിലാണ് സോൾവ് ചെയ്യുന്നത്. ഓക്കെ. ഇനി അടുത്തത് കൺസിഡർ സെക്ഷൻ x3 അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് എക്സ് ഫ്രം ബി ബിറ്റ്വീൻ സി ആൻഡ് ഡി. സിൻ്റെയും ഡിൻ്റെ ഇടയ്ക്ക് അവിടെ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യും. ഇനി ലോഡുകൾ നോക്കാം. ഇവിടെ ഒരു 25 ഉണ്ട്, ഇവിടെ ഒരു 15 ഉണ്ട്, ഇത്രയും UDL ഉണ്ട്. ഇനി ഈ 25 സെക്ഷൻ മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എക്സ് ആണ്. ഇനി സെക്ഷൻ മുതൽ ഈ ലോഡ് വരെയുള്ള ഡിസ്റ്റൻസ് എന്താണ്? x-1 ആണ്. ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഈ UDL ആക്ട് ചെയ്യുന്ന ഇത്രയും ഡിസ്റ്റൻസ് ഇവിടെ നിന്ന് ഇവിടം വരെ എക്സ് ആണല്ലേ. അപ്പോൾ എക്സ് മൈനസ് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 1 + 2 x-2 ആയിരിക്കും ഈ ഒരു ഡിസ്റ്റൻസ്. അത് ഓർത്ത് വെച്ചാലേ നമുക്ക് ഇക്വേഷൻ എഴുതാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചേക്കും. അപ്പോൾ ഷിയർ ഫോഴ്സ് അറ്റ് x3 എന്ന് പറയുമ്പോൾ അപ്വേർഡ് ലോഡ് നെഗറ്റീവ് -25, ഡൗൺവേർഡ് ലോഡ് +15, ഡൗൺവേർഡ് UDL +10 ഇൻറ്റു അത് ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് x-2. ഇതെന്ത് ചെയ്യുക? ഇത് നമുക്ക് ഇത് രണ്ടും കൂടി സോൾവ് ചെയ്യുമ്പോൾ -10 എന്ന് കിട്ടും. ഇതിനെ സോൾവ് ചെയ്യേണ്ട, അതുപോലെ തന്നെ അങ്ങ് എഴുതിയാൽ മതി. ചില ആൾക്കാരുണ്ട് ഇതിനെ കൊണ്ട് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തൊക്കെ വെക്കും. ഒന്നും ചെയ്യേണ്ട, അത് അതുപോലെ തന്നെ ഇട്ടേക്ക്. ഇതിന് ഇക്വേഷൻ നമ്പർ 5 ആയിട്ട് ഇടുക. ഇനി അടുത്ത ബെൻഡിങ് മൊമെൻ്റ് x4 അല്ല, ഇത് x3 ആണ്. ഫസ്റ്റ് ലോഡ് 25, സെക്ഷൻ ഇതാണ്. 25 ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് എത്രയാണ്? x ആണ്. അപ്പോൾ 25 ഇൻറ്റു എക്സ്. ഇനി അടുത്ത മൈനസ്, ഡയറക്ഷൻ മാറുന്നുണ്ട്, -15 ഇൻറ്റു അത് ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് x-1. ഇനി UDL ആയതുകൊണ്ട് 10 ഇൻറ്റു അത് ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് x-2. അപ്പോൾ 10 ഇൻറ്റു x-2 ഇത്രയും ചെയ്യുമ്പോൾ ലോഡായി ഇൻറ്റു x-2/2. അതാണ് ഇവിടെ x-2² എന്ന് എഴുതിയിരുന്നത്. ഇനി ഈ സെക്ഷനിൽ നിന്ന് നമുക്ക് ഏതൊക്കെ പോയിന്റ് കിട്ടും? ഡിയും കിട്ടും, സിയും കിട്ടും. അറ്റ് ഡി x=2 ആണ്. അറ്റ് സി x= എത്രയാണ്? 1 + 2 5. അതാണ് ഈ ടേബിളിൽ എഴുതിയിരിക്കുന്നത്, ഇത്രയും വാല്യൂ. അറ്റ് ഡി സി, ഡിയിൽ x=2, സിയിൽ x=5. ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ. ഇനി ലാസ്റ്റ് കൺസിഡർ സെക്ഷൻ x4 അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് എക്സ് ഫ്രം ബി ബിറ്റ്വീൻ എ ആൻഡ് സി. ലാസ്റ്റ് സെക്ഷൻ എൻ്റെയും സിയുടെ ഇടയിലെടുക്കുക. ഇതാ ഷിയർ ഫോഴ്സ് അറ്റ് x4 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ലോഡ് -25, സെക്കൻഡ് ലോഡ് +15, തേർഡ് ലോഡ് ഇതാ ഇവിടം കൊണ്ട് തീർന്നു അല്ലേ. സെക്ഷൻ വരെ മുട്ടുന്നില്ലല്ലോ. ഇവിടുത്തെ ലോഡ് ശ്രദ്ധിക്കേണ്ടത്, ഈ UDL ഇവിടം കൊണ്ട് തീർന്നു. UDL എത്ര ഡിസ്റ്റൻസിൽ ആക്ട് ചെയ്യുന്നുണ്ട്? 3 മീറ്ററിൽ. അപ്പോൾ 10 ഇൻറ്റു 3. നേരത്തെ സെക്ഷൻ UDL കട്ട് ചെയ്തിരുന്നതുകൊണ്ടാണ് x-2 x-3 എന്നൊക്കെ എഴുതിയത്. ഇവിടെ ഇപ്പോൾ ഈ 10 എന്ന് പറയുന്ന UDL ഇത് ഇത്രയും ഡിസ്റ്റൻസ് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞു. സെക്ഷൻ ഇപ്പുറത്ത് മാറിയാണ് കിടക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ ഇക്വേഷൻ ഇതാണ്. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 20 എന്ന് കിട്ടും. ഇനി അടുത്ത ബെൻഡിങ് മൊമെൻ്റ് എന്ന് പറയുമ്പോൾ ബെൻഡിങ് മൊമെൻ്റ് അറ്റ് x4 ഫസ്റ്റ് ലോഡ് 25, അതിൻ്റെ ഡിസ്റ്റൻസ് x-25 ഇൻറ്റു x-15 ഇൻറ്റു ഇത്രയുള്ള ഡിസ്റ്റൻസ് x-1, 15 ഇൻറ്റു x-1. ഇനി അടുത്ത UDL-ൻ്റെത് 10 ഇൻറ്റു 3 ആണ് ലോഡ്, 30 എന്ന് എഴുതിയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ നെറ്റ് എഫക്റ്റ് ആക്ട് ചെയ്യുന്നത് ഇതിൻ്റെ സെൻറ്ററിലായിരിക്കും. ഓക്കെ. ഇതിൻ്റെ സെൻറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും ഇത്രയും ഡിസ്റ്റൻസ് മൈനസ് ചെയ്യണം ഇതിൽ നിന്ന്, എക്സിൽ. അപ്പോൾ x-3.5 എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ 1 + 1 2. ഇനി ഇതിൻ്റെ പകുതി എന്ന് വെച്ചാൽ ടോട്ടൽ 3 ആണ്, അതിൻ്റെ പകുതി ഡിസ്റ്റൻസ് ആയിരിക്കും ഇത് അല്ലേ. അപ്പോൾ 1.5 + 2 അതാണ് ഈ 3.5. അപ്പോൾ നമുക്ക് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് x4 കിട്ടി. ഇനി എന്താണ്? അവിടെ നിന്ന് സിൻ്റെ എയിനെ കിട്ടും. അറ്റ് സി x=5 ആണ്, അറ്റ് x=6 ആണ്. ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ 20 തന്നെ. ബെൻഡിങ് മൊമെൻ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കുക. ഇനി നമ്മൾ ചെയ്തേക്കുന്നതൊക്കെ കറക്റ്റാണോ തെറ്റാണോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഒരു സിമ്പിൾ മെത്തേഡ്, സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണെങ്കിൽ സിംപ്ലി സപ്പോർട്ടിൻ്റെ 2 സപ്പോർട്ടിലും ബെൻഡിങ് മൊമെൻറ്റ് 0 ആയിരിക്കും. ഇനി അതുപോലെ തന്നെ കോമൺ ജംഗ്ഷൻസ് ഉണ്ട്. അപ്പോൾ എന്ന് പറയുന്ന പോയിൻ്റ്
സെക്ഷൻ 1നും സെക്ഷൻ 2നും കോമൺ ആണ്. കോമൺ പോയിന്റിൽ ബെൻഡിങ് മൊമെൻറ്റിന് ഒരേ വാല്യൂ ആയിരിക്കും. അതേപോലെ ഡിന് ഒരേ വാല്യൂ ആയിരിക്കും. കോമൺ പോയിന്റ് സിന് ഒരേ വാല്യൂ ആയിരിക്കും. അൺലെസ് ഈ ഒരു ബീമിൽ എവിടെയെങ്കിലും കപ്പിൾ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കോൺസെപ്റ്റ് ഉപയോഗിക്കരുത്. കപ്പിൾ ആക്ട് ചെയ്യുന്നില്ല, പോയിന്റ് ലോഡും യു ഡി എല്ലും യു വി എല്ലൊക്കെ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കോൺസെപ്റ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ യൂസ് ചെയ്യാം. അപ്പോൾ ഒരേ ലോഡ് തന്നെയാണോ ഈ ജംഗ്ഷൻ പോയിന്റുകളിൽ ആക്ട് ചെയ്യുന്നത് നോക്കുക. അതാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എഴുതിയേക്കുന്നതൊക്കെ ശരിയാണ്. അതല്ലെങ്കിൽ നിങ്ങൾ എഴുതിയേക്കുന്ന ഇക്വേഷനോ സബ്സ്റ്റിറ്റ്യൂഷനോ എവിടെയെങ്കിലും തെറ്റുണ്ടോ നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ബെൻഡിങ് മൊമെൻ്റ് ഒക്കെ കിട്ടി. ഇനി ഇപ്പോൾ അടുത്ത് ചെയ്യേണ്ടത് ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം വരയ്ക്കണം. അപ്പോൾ ആദ്യം തന്നെ ലോഡഡ് ബീമിൽ ബീം അതിൻ്റെ സപ്പോർട്ടും ഡിസ്റ്റൻസും അതിൻ്റെ വാല്യൂസും എല്ലാം കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. അതിൻ്റെ നേരെ താഴെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ആദ്യം ബേസ് ലൈൻ വരയ്ക്കുക. ബിയിൽ -25. ഇനി ഈ എത്തുന്നവരെ -25 തന്നെ. ഇനി ഈ എത്തിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു മിനിറ്റ് ഒന്ന് ചെക്ക് ചെയ്തോട്ടെ. ഓക്കെ, അപ്പോൾ ഇത് -25, ഇതും -25 ആണ്. ഈ എത്തുമ്പോൾ അത് പെട്ടെന്ന് 10ലേക്ക് ഡിക്രീസ് ചെയ്യും. ഇനി ഡി എത്തുന്നവരെ 10 തന്നെ. ഇനി ഡി ഇന്ന് ഈ എഫ് എന്ന് പറയുന്ന പോയിന്റ് നമുക്കറിയത്തില്ല. ഈ ഇന്ന് സിയിലേക്ക് എത്തുമ്പോൾ എത്രയാണ്? നേരെ +20ലേക്ക് ഇൻക്രീസ് ചെയ്യും. ഇനി എ എത്തുമ്പോഴും 20 ആണ്. അതിങ്ങനെ വരും. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ബേസ് ലൈൻ, എന്നിട്ട് നമുക്ക് കിട്ടിയേക്കുന്ന വാല്യൂസൊക്കെ അതുപോലെ മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതേതോ ഒരു പോയിന്റിൽ 0 ആയിട്ട് മീറ്റ് ചെയ്യും. അതായത് ഷിയർ ഫോഴ്സ് ഡയഗ്രാം നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് മീറ്റ് ചെയ്ത ഒരു പോയിന്റ് എഫ്. അപ്പോൾ എവിടെയാണോ ഷിയർ ഫോഴ്സ് ഡയഗ്രാം അതിൻ്റെ സൈൻ ചേഞ്ച് ചെയ്യുന്നത് ആ പോയിന്റിലായിരിക്കും, അതായത് എഫ് എന്ന് പറയുന്ന പോയിന്റിലായിരിക്കും ബെൻഡിങ് മൊമെൻറ്റ് മാക്സിമം. അപ്പോൾ ഈ ഒരു പോയിന്റ് നമ്മൾ സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ എഫ് എവിടെയാണ് ആക്ട് ചെയ്യുന്നതെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? എഫ് എന്ന് പറഞ്ഞാൽ സിൻ്റെയും ഡിൻ്റെയും ഇടക്ക് വരുന്നൊരു പോയിൻ്റാണ് അല്ലേ? ഇനി സിൻ്റെയും ഡിൻ്റെ ഇടക്ക് നമ്മൾ കൺസിഡർ ചെയ്ത സെക്ഷൻ ഏതായിരുന്നു? ഈ x3. അപ്പോൾ എന്ത് ചെയ്യുക? ഷിയർ ഫോഴ്സ് അറ്റ് x3 എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. അതിനെ =0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എക്സ് കണ്ടുപിടിക്കുക. ഓക്കെ, അതാണ് ഇവിടെ ചെയ്തേക്കുന്നത്. ഷിയർ ഫോഴ്സ് അറ്റ് x3 = 0. ഇത് ഓൾറെഡി നമ്മൾ സെക്ഷൻ x3 ചെയ്തപ്പോൾ ചെയ്ത അതേ ഇക്വേഷനാണ്. അവിടെ നിന്ന് x കണ്ടുപിടിക്കുക. x 3 എന്ന് കിട്ടി. അപ്പോൾ ഈ ഡിസ്റ്റൻസ് 3 മീറ്ററാണ്. ഇനി ഈ പോയിന്റിൽ നമ്മൾ എക്സ്ട്രാ ബെൻഡിങ് മൂവ്മെൻറ്റ് കണ്ടുപിടിക്കണം. അവിടുത്തെ എക്സ്ട്രാ ബെൻഡിങ് മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് x3 എന്ന് പറയുന്ന ഇക്വേഷൻ എഴുതിയിട്ടുണ്ടല്ലേ, അതിൽ x 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇതാണ് കിട്ടുന്നത്, വാല്യൂ കിട്ടുന്നത് 40. അപ്പോൾ അങ്ങനെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ ബേസ് ലൈൻ വരയ്ക്കുക. ബിയിൽ 0, ഇവിടെ 25, ഇവിടെ 35. ഇനി എഫ് എന്ന് പറയുന്നത് നമ്മൾ എക്സ്ട്രാ കണ്ടുപിടിച്ച പോയിന്റ് എത്രയാണ്? 40. അവിടെ നിന്ന് 20, അവിടെ നിന്ന് എ. ഇനി ഇതിൻ്റെ അകത്ത് ഏതൊക്കെയാണ് സ്ട്രെയിറ്റ് ലൈൻ, ഏതൊക്കെയാണ് പാരാബോള? സി മുതൽ ഡി വരെ യു ഡി എൽ ആക്ട് ചെയ്യുന്നുണ്ടല്ലേ? സി മുതൽ ഡി വരെ യു ഡി എൽ ആക്ട് ചെയ്യുന്നുണ്ട്. യു ഡി എൽ ആക്ട് ചെയ്യുമ്പോൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഇൻക്ലൈൻ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, ബെൻഡിങ് മൊമെൻറ്റ് പാരാബോളിക് ആയിരിക്കും. അപ്പോൾ സി മുതൽ ഡി വരെ ഈ ഡയഗ്രാം പാരാബോളിക്കാണ്. ബാക്കിയെല്ലാം ഇതൊക്കെ ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈനാണ്. ഓക്കെ, അപ്പോൾ ഇവിടെയും സൈൻ കറക്റ്റായിട്ട് കൊടുക്കുക. ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം മാർക്ക് ചെയ്യുക. മാക്സിമം ബെൻഡിങ് മൊമെൻറ്റും കണ്ടുപിടിച്ചിട്ടുണ്ട്, താഴത്ത് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് പ്രോബ്ലവും അതിൻ്റെ സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് സെക്കൻഡ് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്: An overhanging beam is loaded as shown in figure. Draw shear force and bending moment diagram. Locate point of contraflexion. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ബീം തന്നിട്ടുണ്ട്. 1 മീറ്റർ, 2 മീറ്റർ, 1.5, 1.5 മീറ്റർ. സപ്പോർട്ട് റിയാക്ഷൻ ഇവിടെ RB, ഇവിടെ ഒരു RA. യു ഡി എൽ ആക്ട് ചെയ്യുന്നുണ്ട്. 10 kN/m. ഒരു പോയിന്റ് ലോഡ് 20 kN. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ത് തന്നെയാണ്? സപ്പോർട്ട് റിയാക്ഷൻ RA RB കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം? Sum of vertical force is equal to 0. Sum of vertical force is equal to 0. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ താഴത്തേക്കുള്ളത് പോസിറ്റീവും മുകളിലേക്കുള്ളത് നെഗറ്റീവ്. ഈ സപ്പോർട്ട് റിയാക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾക്ക് സൈൻ കൺവേർഷൻ ഇഷ്ടമുള്ളവരെടുക്കാം, തെറ്റൊന്നുമില്ല. അപ്പോൾ
യു ഡി എൽ എന്ന് പറയുമ്പോൾ ഈ യു ഡി എല്ലിനെ രണ്ട് രീതിയിലാണ് ചെയ്തേക്കുന്നത്. അതായത് ഈ സി എ എന്ന് പറയുന്ന പാർട്ടിലുള്ള യു ഡി എൽ 10x1 ആണ്. അതാണ് ഇത് 10x1. ഇനി ബാക്കി ഇങ്ങോട്ടുള്ള യു ഡി എൽ 10x2 ആണ്. അപ്പോൾ 10x2 പ്ലസ് താഴത്തേക്ക് ഒരു 20 kN. ഇനി എന്താണ് മൈനസ് സപ്പോർട്ട് റിയാക്ഷൻ RA, വീണ്ടും മൈനസ് സപ്പോർട്ട് റിയാക്ഷൻ RB = 0. അവിടെ നിന്ന് നമുക്ക് സോൾവ് ചെയ്ത് എന്ത് കിട്ടും? RA + RB = 15 എന്ന് കിട്ടും. ഇനി അടുത്തത് സം ഓഫ് മൊമെൻ്റ് അറ്റ് A = 0. എ എന്ന് പറയുന്ന പോയിന്റിനെ വിത്ത് റെസ്പെക്ട് ടു മൊമെൻ്റ് എടുക്കുക. അപ്പോൾ ഇത് ആൻറ്റി ക്ലോക്ക് വൈസ്, ഇത് ക്ലോക്ക് വൈസ്, ഇത് ക്ലോക്ക് വൈസ്, ഇത് ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസിൻ്റെയൊക്കെ ഡയറക്ഷൻ നോക്കി വെച്ചേക്കുക. നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് നെഗറ്റീവും ക്ലോക്ക് വൈസ് പോസിറ്റീവാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ ഇതാണ്. സി മുതൽ എ വരെയുള്ള യു ഡി എൽ 10x1 ആണ് ഷിയർ ഫോഴ്സ്. ഇനി ഇതെവിടെ ആയിരിക്കും ആക്ട് ചെയ്യുന്നത്? ഇതിൻ്റെ സെൻറ്ററിൽ. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസാണ് എടുക്കേണ്ടത് എന്ന് വെച്ചാൽ 1/2. അതാണ് ഈ എഴുതിയിരിക്കുന്നത് 10x1/2. മൈനസ് ഇട്ടേക്കുന്ന ആൻറ്റി ക്ലോക്ക് വൈസ് ആയതുകൊണ്ടാണ് നടുക്കിട്ടിടണമെന്നേ ഉള്ളൂ. ഇനി അടുത്തത് നമുക്ക് ഈ പോർഷൻ എടുക്കാം 10x2. ഇനി ഇത് ആക്ട് ചെയ്യുന്ന എവിടെ ആയിരിക്കും? ഇതിൻ്റെ സെൻറ്ററിൽ. അപ്പോൾ 2/2 1. അതാണ് എഴുതിയിരിക്കുന്നത് 10x2/1. ഇനി അടുത്തത് 20 ഇത്രയും ഡിസ്റ്റൻസ് 3.5. 20 × 3.5 മൈനസ് 5 × RB. RB ഇത്രയും ഡിസ്റ്റൻസ് 5. C = 0. അവിടെ നിന്ന് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ RB = 17.5 കിട്ടും. ഇനി ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക RBയുടെ വാല്യൂ. അവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടും? RI = 33 kN എന്ന് കിട്ടും. ഓക്കെ. ഇനി സെക്ഷൻ കൺസിഡർ ചെയ്യണം. എത്ര സെക്ഷൻ കൺസിഡർ ചെയ്യണം? ഇവിടെ ഒരു സെക്ഷൻ X1, ഇവിടെ ഒരു സെക്ഷൻ X2, ഇവിടെ ഒരു സെക്ഷൻ X3, ഇവിടെ ഒരു സെക്ഷൻ X4. നേരത്തെ പ്രോബ്ലം പോലെ 4 സെക്ഷൻ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഓരോന്ന് ഞാൻ സ്പീഡിൽ പറഞ്ഞു പോവാം. കഴിഞ്ഞ പ്രോബ്ലം കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഞാൻ ഇത്ര സ്പീഡിൽ പോവുകയാണ്. നിങ്ങൾക്ക് ചെയ്ത് നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. ഓക്കെ. കൺസിഡർ എ സെക്ഷൻ X1 അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് X ഫ്രം B അറ്റ് എ B ബിറ്റ്വീൻ E ആൻഡ് B. അപ്പോൾ ഇതിൻ്റെയും ബിയുടെ ഇടയിൽ ഫസ്റ്റ് സെക്ഷൻ എടുത്തു. ഇതാണ് ആകെയുള്ള ലോഡ്. അപ്പോൾ ഷിയർ ഫോഴ്സ് അറ്റ് X1 എന്ന് പറഞ്ഞാൽ -17. ബെൻഡിങ് മൊമെൻ്റ് എന്ന് വെച്ചാൽ 17 × അവിടം വരെയുള്ള ഡിസ്റ്റൻസ് X. ഇക്വേഷൻ നമ്പർ 1 × 2. ഇനി ഇക്വേഷൻ നമ്പർ 1 × 2 നിന്ന് നമുക്ക് ഫസ്റ്റ് ഈ ഒരു വാല്യൂ കിട്ടും. അപ്പോൾ കോളം എന്തൊക്കെയാണ്? പോയിൻ്റ്, ഡിസ്റ്റൻസ്, ഷിയർ ഫോഴ്സ്, ബെൻഡിങ് മൊമെൻ്റ്, ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് മീറ്റർ, ഇത് kN, ഇത് kN/m. ഇനി അറ്റ് B X = 0 ആണ്. ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ 17 തന്നെ. ബെൻഡിങ് മൊമെൻ്റ് X = 0 ആകുമ്പോൾ 0. ഇനി അറ്റ് E ഡിസ്റ്റൻസ് 1.5 ആണ്. ഷിയർ ഫോഴ്സ് തന്നെ. ബെൻഡിങ് മൊമെൻ്റ് 25.5. ഇത് സെക്ഷൻ 1ൻ്റെ ഇക്വേഷൻസ് ആണ് എടുക്കുന്നത്. ഏത് ഇക്വേഷൻ? ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ രണ്ട് ഇക്വേഷൻ. ഇതിൻ്റെ അകത്ത് ബിയിൽ X = 0. ബി എന്ന് വെച്ചാൽ സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ്. ഇയിൽ X = എത്രയാണ്? 1.5. അപ്പോൾ ഷിയർ ഫോഴ്സ് 17 തന്നെ, -17 തന്നെ. ബെൻഡിങ് മൊമെൻ്റ് അറ്റ് B എന്ന് പറയുമ്പോൾ X 0 ആകുമ്പോൾ ഇത് 0 ആയിപ്പോവും. ഇനി അടുത്ത ബെൻഡിങ് മൊമെൻ്റ് അറ്റ് E എന്ന് പറയുമ്പോൾ X = 1.5 വരുമ്പോൾ 17 × 1.5 ചെയ്യുക. അതാണ് ഈ കിട്ടിയേക്കുന്ന വാല്യൂസ്. ഓക്കെ. ഇനി അടുത്ത് നമുക്ക് സെക്ഷൻ X2 എടുക്കാം. അപ്പോൾ കൺസിഡർ സെക്ഷൻ X2 അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് X ഫ്രം B ബിറ്റ്വീൻ E ആൻഡ് D. ഇൻ്റെയും ഡിൻ്റെ ഇടയ്ക്ക് സെക്ഷൻ എടുക്കുക. ഇതാ അപ്വേർഡ് ഫോഴ്സ് നെഗറ്റീവ്, ഡൗൺവേർഡ് ഫോഴ്സ് പോസിറ്റീവ്. നെഗറ്റീവ്, പോസിറ്റീവ്, സം ചെയ്യുമ്പോൾ +3 എന്ന് കിട്ടി ഷിയർ ഫോഴ്സ്. ഇനി അടുത്ത ബെൻഡിങ് മൊമെൻറ്റ്. ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇത് 17 × അവിടം വരെയുള്ള ഡിസ്റ്റൻസ് X, 17 × X മൈനസ് 20 × ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് X - 1.5 ആണ്. അതാണ് 20 × X - 1.5. ഇനി ഇവിടെ നിന്ന് ഏതൊക്കെ പോയിന്റ് കിട്ടും? ഇയും കിട്ടും, ഡിയും കിട്ടും. അപ്പോൾ അറ്റ് ഇ X = 1.5ഉം അറ്റ് ഡി X = 1.5 + 1.5 എന്ന് വെച്ചാൽ 3. ഓക്കെ. അപ്പോൾ ഇതാണ് സെക്ഷൻ X2-ന് നമുക്ക് കിട്ടുന്ന വാല്യൂസ്. ഇയും കിട്ടും, ഡിയും കിട്ടും. ഇയിൽ X = 1.5, ഡിയിൽ X = 3. ഷിയർ ഫോഴ്സിൻ്റെ ഇക്വേഷൻ സെയിം ആണല്ലേ? ഷിയർ ഫോഴ്സിൻ്റെ ഇക്വേഷൻ 3 തന്നെയാണ്. X-ആയിട്ട് യാതൊരുവിധ റിലേഷനും ഇല്ല. അപ്പോൾ
ഇയിലും ഡിയിലും 3 തന്നെ. ഇനി അടുത്ത ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ നോക്കിക്കേ. ഇതാണ് ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ. ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെ എക്സ് ഉണ്ട്. അപ്പോൾ ആദ്യം എക്സ് ഇസ് ഈക്വൽ ടു 1.5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ് ഈ ടേം 0 ആയി പോകും, ഇത് മാത്രമേ വരുള്ളൂ. രണ്ടാമത്തെ എക്സ് ഇസ് ഈക്വൽ ടു 3 കൊടുക്കുമ്പോൾ 17 × 3 മൈനസ് ഇവിടെ എക്സിന് ഇസ് ഈക്വൽ ടു 3 കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ രണ്ട് വാല്യൂസാണ് കിട്ടുന്നത്. ഓക്കെ, ഇനി അടുത്തത് സെക്ഷൻ x3. കൺസിഡർ x3 അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് x ഫ്രം b ബിറ്റ്വീൻ d ആൻഡ് a. ഇപ്പോൾ ഡിൻ്റെ എൻ്റെ ഇടയ്ക്ക് സെക്ഷൻ കൺസിഡർ ചെയ്തു. ലോഡുകൾ ഏതൊക്കെയാണ്? ഇതാ അപ്വേർഡ് -17 +20 വീണ്ടും +10 × 10 ആണ് യു ഡി എൽ. ഇനി അത് ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് കിട്ടണം. അപ്പോൾ ടോട്ടൽ എക്സ് ആണ്. എക്സ് മൈനസ് എന്ത് ചെയ്യുക, ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക, 3 x - 3. അപ്പോൾ അതാണ് ഈ എഴുതിയിരിക്കുന്നത് 10 × x - 3. അത്രയാണ് യു ഡി എൽ. അടുത്ത ബെൻഡിങ് മൊമെൻറ്റ്. ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇത് ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് എക്സ് ആണ്. അപ്പോൾ 17 × x മൈനസ് 20 ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് x - 5, 20 × x - 5. ഇനി യു ഡി എൽ ആക്ട് ചെയ്യുന്നത് എത്രയാണ്? 10 × x - 3 ആണ് ഷിയർ ഫോഴ്സ് ഇൻറ്റു x - 3/2. ഇങ്ങനെയാണ് കിട്ടുന്നത്. അതിനാണ് നമ്മൾ 10 × x - 3 ദ ഹോൾ സ്ക്വയർ ബൈ 2 എന്ന് എഴുതിയിരിക്കുന്നത്. ഇത് ഇക്വേഷൻ നമ്പർ 5, ഇത് ഇക്വേഷൻ നമ്പർ 6. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഏതൊക്കെ വാല്യൂസാണ് കിട്ടുന്നത്? ഇവിടെ നിന്ന് നമുക്ക് ഡിയിലെ വാല്യൂ കിട്ടും, എയിലെ വാല്യൂയും കിട്ടും. ഇനി അറ്റ് ഡി എക്സ് ഇസ് ഈക്വൽ ടു എത്രയാണ്? 3 ആണ്. അറ്റ് എ എക്സ് ഇസ് ഈക്വൽ ടു എത്രയാണ്? 1.5 + 1.5 + 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 മീറ്റർ. ഓക്കെ, അപ്പോൾ ഈ ടേബിളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് സെക്ഷൻ x3 എന്ന് കിട്ടുന്നത്. ആദ്യം ഡിയിൽ എക്സ് ഇസ് ഈക്വൽ ടു 3, ഷിയർ ഫോഴ്സ് +3, ബെൻഡിങ് മൊമെൻറ്റ് 21. അറ്റ് എ എക്സ് ഇസ് ഈക്വൽ ടു 5, ഷിയർ ഫോഴ്സ് 23, ബെൻഡിങ് മൊമെൻറ്റ് -5. ഓക്കെ, ഇനി അടുത്തത് സെക്ഷൻ x4. കൺസിഡർ എ സെക്ഷൻ x4 അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് x ഫ്രം b ബിറ്റ്വീൻ എ ആൻഡ് സി. എ ആൻഡ് സിൻ്റെ ഇടയ്ക്ക് സെക്ഷൻ എടുക്കുക. ഫസ്റ്റ് ലോഡ് 17 -17, അടുത്ത ലോഡ് ഡൗൺവേർഡ്സ് ആയതുകൊണ്ട് +20, അടുത്ത ലോഡ് ഈ യു ഡി എൽ എന്ന് പറയുമ്പോൾ ആക്ട് ചെയ്യുന്നത് ഇതാ ഇവിടം വരെയാണ്. നമുക്ക് ഈ യു ഡി എല്ലിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തെഴുതാം. ഇവിടം വരെയുള്ള യു ഡി എൽ എത്രയായിരിക്കും? 10 × 2 മീറ്റർ. അപ്പോൾ 10 × 2. ഇനി അടുത്തത് സെക്ഷൻ ഇവിടെ അല്ലേ, ഇവിടെ ഒരു പോയിന്റ് ലോഡ് അപ്വേർഡ്സ്, അപ്പോൾ -33. ഇനി ഇവിടെ ഒരു ചെറിയ യു ഡി എൽ ആക്ട് ചെയ്യുന്നുണ്ട്. അത് എത്രയാണ്? 10 × ഇത്രയും ഡിസ്റ്റൻസ് മൈനസ് ചെയ്യണം എക്സിൽ നിന്ന്. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എക്സ്, അതിൽ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ x - 5 മൈനസ് ചെയ്യണം. അപ്പോൾ 10 × x - 5. ഇനി അടുത്ത ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ലോഡ് ഇൻറ്റു ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് എക്സ് ആണ്, 17x. അടുത്ത 20 × x - 1. അടുത്ത ഇത്രയും യു ഡി എൽ എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന യു ഡി എൽ. അതെത്രയാണ്? 20 × 20 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്? 10 × 2 ആണ്. ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് 2 ആയതുകൊണ്ട് അതിന് ഒറ്റയടിക്ക് 20 എന്ന് എഴുതിയേക്കാണ്. ഇനി അത് ആക്ട് ചെയ്യുന്നത് ഇതാ ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട്. ഇതിൻ്റെ സെൻറ്ററിലെന്ന് പറയുമ്പോഴത്തേക്കും ഇതാ ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? 1.5 + 1.5 എന്ന് പറയുമ്പോൾ 3. ഈ ചെറിയ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 2/2, അതാണ് x - 4. അടുത്തത് 33 × 33 എന്ന് വെച്ചാൽ ഇത് 33 × ഇത്രയും ഡിസ്റ്റൻസ് x - 5 ആണ്. ഇനി ലാസ്റ്റ് പോർഷൻ ഇതാ ഈ ചെറിയ യു ഡി എൽ, സപ്പോർട്ട് കഴിഞ്ഞിട്ടുള്ള ഈ ചെറിയ യു ഡി എൽ അതെന്തായിരിക്കും? 10 × x - 1 ആണ്, 10 × x - 5 ആണ്. അപ്പോൾ 10 × x - 5 ദ ഹോൾ സ്ക്വയർ ബൈ 2 ആയിരിക്കും മൊമെൻറ്റ്. ഇത് ഇച്ചിരി കൺഫ്യൂസിങ് ആണ്, നിങ്ങൾ സമാധാനമായിട്ടിരുന്ന് എഴുതി നോക്കുക കറക്റ്റ് ആണോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഏതൊക്കെ വാല്യൂ ആണ് കിട്ടാൻ പോകുന്നത്? എയും കിട്ടും, സിയും കിട്ടും. എയിൽ x = 5 ആണ്, സിയിൽ x = 6 ആണ്. ഓക്കെ, അപ്പോൾ
എയും കിട്ടി. എയിൽ എക്സ് ഇസ് ഈക്വൽ ടു 5, ഷിയർ ഫോഴ്സ് -10, ബെൻഡിങ് മൊമെൻറ്റ് -5. സിയിൽ എക്സ് ഇസ് ഈക്വൽ ടു 6, ഷിയർ ഫോഴ്സ് 0, ബെൻഡിങ് മൊമെൻറ്റ് 0. ഓക്കെ, അടുത്തത് ഇതാണ് നമ്മുടെ ലോഡഡ് ബീം. തന്നേക്കുന്ന ഫിഗർ നിങ്ങൾ നീറ്റാക്കി വരയ്ക്കുക. ഇതാണ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഇതാ ബേസ് ലൈൻ ഫസ്റ്റ് ബിയിൽ -17 ആണ്. -17, ഈ വരെ -17. ഇയിലെത്തുമ്പോൾ അത് പെട്ടെന്ന് +3 kN പോവും. ഡി എത്തുന്നവരെ 3 kN തന്നെ. ഡിന്ന് എയിലെത്തുമ്പോൾ ഇങ്ങോട്ട് മാറും, 3 23 ഇൻക്രീസ്. ഇനി എയിൽ തന്നെ -10 വരും, -10 0. ഓക്കെ, ഈ വാല്യൂസൊക്കെയാണ് എടുക്കുന്നത്. ഇതാ 17, 3, 23 ഈ ഫുൾ വാല്യൂസാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാ -17, -17 3, ഡിയിലെത്തുമ്പോൾ 3, ഡിന്ന് എയിലേക്ക് എത്തുമ്പോൾ 23, എയിൽ തന്നെ -10 പോവും, -10 സിയിലെത്തുമ്പോൾ 0. ഇത് പ്ലസ്, ഇത് മൈനസ്, ഇത് മൈനസ്. അതുപോലെ വാല്യൂസൊക്കെ നോട്ട് ചെയ്യാൻ മറക്കരുത്. ഇനി ഇതിൻ്റെ അകത്ത് ഷിയർ ഫോഴ്സ് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക്, അതായത് സൈൻ ചേഞ്ച് ചെയ്യുന്ന 2 പോയിൻ്റ് ഉണ്ട്. ഇതാ ഇവിടെയും ഷിയർ ഫോഴ്സ് 0, ഇവിടെയും ഷിയർ ഫോഴ്സ് 0. വെറുതെ 0 അല്ല, ഈ പോയിന്റിലൊക്കെ ഷിയർ ഫോഴ്സ് സൈൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പോയിന്റിലൊക്കെ എന്തായിരിക്കും, ബെൻഡിങ് മൊമെൻറ്റ് മാക്സിമം ആയിരിക്കും. പക്ഷേ ഇത് സെപ്പറേറ്റ് കണ്ടുപിടിക്കേണ്ട, കാരണം ക്വസ്റ്റ്യനിൽ ഓൾറെഡി ഈ 2 പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എക്സ്ട്രാ സോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്കടുത്ത ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരക്കാം. ബേസ് ലൈൻ വരക്കുക. ബിയിൽ 0, ഇയിൽ 25, ഡിയിലെത്തുമ്പോൾ 21. ഇനി ഡിന്ന് എയിലെത്തുമ്പോൾ -5, പിന്നെ 0. ഒന്നുകൂടി പറയാം. ഇതാണ് നമ്മുടെ ബേസ് ലൈൻ. ബിയിൽ 0 ആണ്, ഇയിൽ 25. അതെങ്ങനെ നമ്മൾ യോജിപ്പിക്കും? അതിൻ്റെ വേരിയേഷൻ പോയിൻ്റ് ആയതുകൊണ്ട് ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ. ഇനി ഡി വരെ, ഡിയിലെത്തുമ്പോൾ 21 ആയി, അതും ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ. ഇനി എയിൻ്റെയും ഡിൻ്റെ ഇടയ്ക്ക് യു ഡി എൽ ആണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്തായിരിക്കും? ഇത് കേർവ്ഡ് ഷേപ്പിലായിരിക്കും വരയ്ക്കേണ്ടത്. ഓക്കെ, യു ഡി എല്ലിൻ്റെ താഴെയുള്ള ഫിഗർ കേർവ്ഡ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. -5 അവിടെ നിന്ന് വീണ്ടും കേർവ്ഡ് ആയിരിക്കും, കാരണം എ മുതൽ സി വരെയും യു ഡി എൽ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഷേപ്പും എന്താണ്? പാരാബോളിക്കാണ്. ഇതും സ്ട്രെയിറ്റ് ലൈനാണ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ടത് പോയിൻ്റ് ഓഫ് കോൺട്രാഫ്ലെക്സർ ഉണ്ട്. പോയിൻ്റ് ഓഫ് കോൺട്രാഫ്ലെക്സർ എന്ന് വെച്ചാൽ എവിടെ നിന്നാണോ ബെൻഡിങ് മൊമെൻറ്റ് അതിൻ്റെ സൈൻ ചേഞ്ച് ചെയ്യുന്നത്, ആ ഒരു പോയിൻ്റ് എവിടെയാണോ ബെൻഡിങ് മൊമെൻറ്റ് 0 ആയിട്ട് ടച്ച് ചെയ്യുന്ന ആ ഒരു പോയിൻറ്റിനാണ് നമ്മൾ പോയിൻ്റ് ഓഫ് കോൺട്രാഫ്ലെക്സർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സൈൻ ചേഞ്ച് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് പോയപ്പോൾ ഇതൊരു 0 ആയിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട്. ആ പോയിന്റിന് നമുക്ക് എഫ് എന്ന് കൊടുക്കാം. ഇനി ഈ എഫ് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് നോക്കാം. ഈ എഫ് ഏതിൻ്റെയൊക്കെ ഇടയിലാണ്? എൻ്റെയും ഡിൻ്റെ ഇടയിലാണ് ഈ എഫ് ഉള്ളത്. എൻ്റെയും ഡിൻ്റെ ഇടയിൽ നമ്മൾ ഏത് സെക്ഷൻ എടുത്തത്? സെക്ഷൻ x3. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് x3യുടെ ഒരു ഇക്വേഷൻ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അതിനെന്തെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് x എത്ര എന്ന് കണ്ടുപിടിക്കണം. അതാണ് ഇവിടെ ചെയ്തേക്കുന്നത്. ബെൻഡിങ് മൊമെൻ്റ് അറ്റ് x3 = 0. ഇതായിരുന്നു നമ്മളവിടെ എഴുതിയ ഇക്വേഷൻ. ഈ ഇക്വേഷനെ =0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ 4.7 കിട്ടും. കിട്ടുന്ന വാല്യൂ എവിടെ നിന്നാണ്? നമ്മളെല്ലാ ഡിസ്റ്റൻസും കാൽക്കുലേറ്റ് ചെയ്തത് ബിയിൽ നിന്നാണ്. അപ്പോൾ ബിയിൽ നിന്ന് 4.7 മീറ്റർ മാറിയിട്ടാണ് ഈ എഫ്. ഈ എഫ് എന്ന് വെച്ചാൽ എന്താണ്? പോയിൻ്റ് ഓഫ് കോൺട്രാഫ്ലെക്ഷൻ. ഇത് കണ്ടുപിടിക്കാൻ മറക്കരുത്. ഇനി അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞൊരു കോൺസെപ്റ്റ്, ഷിയർ ഫോഴ്സ് ഇവിടെ 0 ആയിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട്. അവിടെയാണ് നമുക്ക് മാക്സിമം പോസിറ്റീവ് ബെൻഡിങ് മൊമെൻറ്റ് കിട്ടിയത്. ഇതേപോലെ ഇവിടെ ബെൻഡിങ് മൊമെൻറ്റ് 0 ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അവിടെയാണ് നമുക്ക് മാക്സിമം നെഗറ്റീവ് ബെൻഡിങ് മൊമെൻറ്റ് കിട്ടിയത്. ആ ഒരു പോയിൻ്റ് കൂടി ഞാനിവിടെ റിമൈൻഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ മൊഡ്യൂൾ 3 ഇന്ന് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചേക്കുന്ന 2 ക്വസ്റ്റ്യനും നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് ഡൗട്ടുള്ളത് മാത്രം വീഡിയോയിൽ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ക്വയറീസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. ഓക്കെ, താങ്ക് യു.